ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതെല്ലാം കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് ബ്ലോക്ക് മെഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. ആൾറെഡി തന്നെ കുറേ ആൾക്കാർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ കുറേ ആൾക്കാർ ഇതിൻ്റെ ഒരു പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ വെരിഫിക്കേഷൻ ടാസ്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അതേപോലെ തന്നെ ഈ പ്രൊജക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവൻ്റെ ഈ ഒരു ട്വിറ്റർ പേജിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ ആൾറെഡി തന്നെ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും. ഗ്രാസ് കളിച്ചിട്ടുണ്ട്, നോട്ട് പേ കളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രൊജക്റ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു ബ്ലോക്ക് മെഷ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. ഡീസെൻട്രലൈസ്ഡ് ഡാറ്റ നെറ്റ്വർക്ക് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നുള്ളൊരു ക്യാപ്ഷനോടെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പ്രൊജക്റ്റൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രൊജക്റ്റിന് പ്രോഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ള പ്രൊജക്റ്റ് തന്നെയാണ്. നോട്ട് പേ കണക്കിൽ തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റ്. പക്ഷേ നമുക്കിതിൻ്റെ ഫണ്ടിങ് അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒന്നും ഇതുവരെ അവർ എന്ത് ചെയ്തിട്ടില്ല, ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. റീസെൻ്റ്ലി അവരുടെ ട്വിറ്റർ പേജിൽ TGA എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ മേ ബി തന്നെ മൊത്തം 7 ലക്ഷം യൂസേഴ്സ് ആയി. അപ്പോൾ ആൾറെഡി തന്നെ അതിൽ കുറേ ആൾക്കാർ എലിജിബിൾ ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുക. കുറേ ആൾക്കാർ ഇത് വിട്ടുപോയിട്ടുണ്ടാവും, കുറേ ആൾക്കാർ അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള ആൾക്കാർ എലിജിബിൾ ആവാനും വേണ്ടിയിട്ടാണ് ഞാൻ അടിക്കടി കുറേ നമ്മുടെ ടെലിഗ്രാം പേജിലൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ നോക്കാം. ഞാൻ നേരെ അവൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ ഡാഷ്ബോർഡിലേക്ക് നമുക്ക് ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യണം. എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾ നോഡ് റൺ ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്, ആ ഒരു പോയിൻറ്റ്സ് കണക്ക് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പോയിൻറ്റ്സ് ഏൺ ചെയ്യാനുള്ളൊരു വഴി. അപ്പോൾ എന്തായാലും ഞാനിവിടെ പേർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഈ പേർക്ക് എന്നുള്ള സെഷനിലേക്ക് വന്നാൽ ഈ മേലെയുള്ള എല്ലാ ടാസ്കുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞുള്ള ടാസ്ക് നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ റെഫറിൽ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 68 റെഫറിൽ എനിക്കിവിടെ കയറിയിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ വേരിഫൈഡ് ഇമെയിലിൽ 41 പേരും ടോട്ടൽ വേരിഫൈഡ് ഹ്യൂമാനിറ്റിയിൽ 38 പേരും. അപ്പോൾ ടോട്ടലായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത് 29 ആൾക്കാർ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് എനിക്ക് ഉപകാരപ്പെടുന്നതിനേക്കാളും നിങ്ങൾ ഇതിൽ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്തത്. അപ്പോൾ ഈ മേലുള്ള എല്ലാ ടാസ്കുകളും നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൾട്ടിഫയർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഓരോ ടാസ്കിനും ഓരോ മൾട്ടിഫയർ നമുക്കിവിടെ ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഇതിൽ വേറെ ഒരു ടാസ്കുകളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനില്ല. ഇതിങ്ങനെയുള്ള ഓരോ പ്രൊജക്റ്റും ഇപ്പോൾ TP പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ടെസ്റ്റ്നെറ്റ് ആയിക്കോട്ടെ, സോഷ്യൽ എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ, ഇതിലൊക്കെ ഇതിൻ്റെ സോഷ്യൽ മീഡിയകൾ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. എന്നാൽ മാത്രമാണ് റെഗുലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. അതേപോലെ തന്നെ മെയിൽ ID നമ്മളിവിടെ കണക്ട് ചെയ്ത് വെക്കണം. ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഡൗൺലോഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ട് തരാം. അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എൻ്റെ റെഫർ കോഡ് അടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ബോണസ് കിട്ടും, എനിക്കും ബോണസ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റെഫർ കോഡ് വരെ അടിച്ചിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. എനിക്കവിടെ ടോട്ടലായിട്ട് പോയിൻറ്റ്സ് ഉള്ളത് 2,64,514 അപ്പോൾ ഇതിനേക്കാളും ഒരുപാട് ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോയിൻറ്റ്സ് ഒക്കെ നേടാൻ പറ്റും. റെഫറിനേക്കാളും നമുക്കിതിൽ എത്രത്തോളം ഇത് ഓപ്പൺ ചെയ്ത് വെക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ പോയിൻ്റ് ആഡ് ആവുക. നിങ്ങളുടെ ഇപ്പോൾ മൊബൈൽ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റ് മൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗസറിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ മെയിനായിട്ട് ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുള്ള മെയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് ഓർമ്മ അവിടെ വെക്കണം. നമുക്കിവിടെ പേഴ്സിൽ നമുക്കിവിടെ വാലറ്റ് കണക്ഷനൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഫാൻറ്റം വാലറ്റ് കണക്ട് ചെയ്യാം. സൊലാന എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്കിൽ തന്നെയായിരിക്കും ഈ ഒരു ബ്ലോക്ക് മാഷും വരാൻ പോകുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരുപാട് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ പുതിയ പ്രൊജക്റ്റുകളും അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റുകളും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റുകളും ക്യാഷ് ഉണ്ടാക്കുന്ന കുറേ ട്രിക്കുകളും എല്ലാ കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.